ഹായ് ലുക്കുകൾ. അപ്പോൾ ഞാൻ നൗഫൽ ഖാൻ കുട്ടായി. പിന്നെ ചാപ്പൻ കൊല്ലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് കൊടിയത്തൂരാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ അഷ്റഫ് കുരുക്കളാണ്. പിന്നെ ഞാനും ഇതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്കിതിലേക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്ന സുധീർ ടി കൂട്ടായാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. പുള്ളി ഒരുപാട് പടങ്ങൾ ചെയ്ത ആളാണ്. പുള്ളിക്ക് ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് റിസ്ക് ഉണ്ട്. ഷോർട്ട് ഫിലിം ആണെങ്കിൽ കൂടി ഇത് ഒരു സിനിമ മേക്ക് ചെയ്യണ റിസ്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ. ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ ഇവിടെ പോസ്റ്റാക്കാൻ വേണ്ടി പോവാണ്. അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ റിലീസ് ടൈം ഞാൻ ഇതേപോലെ ഒരു ദിവസം വന്ന് ഇവിടെ പറയും. അപ്പോൾ അതുകൊണ്ട് ട്രെയിലർ കണ്ടുവെക്കുക. സ്വാഭാവികമായും ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ഗൗതമാണെന്ന് ഉറപ്പിച്ച സപ്പൻ ഗൗതമിനെ തീർക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നു. നിങ്ങളിപ്പോഴും യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തിയിട്ടില്ല. ഒന്നുകിൽ സപ്പൻ കേരളം വിട്ടു, അല്ലെങ്കിൽ ഗൗതം സപ്പനെ തീർത്തു. ഈ അടുത്ത കാലത്ത് ഈ നാട്ടിൽ കൊല ചെയ്യപ്പെട്ട ഒരു ബംഗാളി സ്ത്രീയെ കുറിച്ച് കേട്ടില്ലേ? അത് സപ്പന്റെ ഭാര്യയായിരുന്നു. സപ്പനോ? അങ്ങനെ ആളെന്റെ കീഴിലല്ല സാർ. നാട്ടിൽ നിന്ന് മാറിയാൽ സ്വാഭാവികമായും പോലീസ് ഗൗതമിനെ സംശയിക്കുമെന്ന് മനസ്സിലാക്കിയ സപ്പൻ സുരക്ഷിതമായ താവളമായി കണ്ടത് മംഗലത്ത് വീടായി. മസിൽ പിടുത്തം വേണ്ട സാറേ. ചിലപ്പോൾ പോലീസുകാരേക്കാൾ കൂടുതൽ സ്റ്റാർ ആകുന്നത് അതിവിദഗ്ധന്മാരായ പ്രതികളെ